ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സംസ്ഥാന യൂത്ത് അണ്ടർ 20 ഇൻ്റർഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഈ വരുന്ന ഞായറാഴ്ച ചന്ദ്രശേഖരനാഥ് എടുത്തു വെച്ച് കിക്ക് ഓഫാണ്. ആദ്യമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്നത് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ രാജീവ്, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ ട്രഷറും മുൻ കളിക്കാരനുമായിട്ടുള്ള സെൽവകുമാർ, മുൻ സന്തോഷ് ട്രോഫി താരമായിട്ടുള്ള ശ്രീ അപ്പുക്കുട്ടൻ നായർ, മുൻ സ്റ്റേറ്റ് കേരള ടീമിന് വേണ്ടി റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള AGSൻ്റെയും കൂടി കളിക്കാരനായിട്ടുള്ള ശ്രീ ഫിറോസ്, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ 2 സ്റ്റേഡിയങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടത്തുന്നത്. ആദ്യമായിട്ട് ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്ത് പുലർച്ചെ 7 മണിക്കാണ് 7:30ക്കാണ് കിക്ക് ഓഫ്. വൈകുന്നേരം രണ്ടാമത്തെ മത്സരം നടക്കും. 9, 10, 11 തീയതികളിൽ 7:30 പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ മൈലം GV രാജ സ്പോർട്സ് സ്കൂളിലും വൈകിട്ട് 4 മണിക്കുള്ള മത്സരങ്ങൾ ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. സെമി ഫൈനലുകൾ 13ഉം 14ഉം തീയതികളിലും 15-ന് വൈകിട്ട് ലൂസേഴ്സ് ഫൈനലും വൈകിട്ട് 6 മണിക്ക് ഫ്ലഡ് ലൈറ്റിലാണ് ഈ മത്സരം നടക്കുന്നത്. ഈ ടൂർണമെൻറ്റിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ കുട്ടികൾ, അതായത് 20 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇന്ന് പ്രധാനമായിട്ടും കേരള ടീമിനും ഇന്ത്യൻ ടീമിനും വേണ്ടിയിട്ടും മാറ്റുരയ്ക്കേണ്ടതായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അത് കണ്ടെത്തേണ്ടതും തിരുവനന്തപുരം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഇന്റർ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതിനായിട്ട് 4 സെലക്ടേഴ്സിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരായിരിക്കും ഇതിൽ നിന്ന് കേരള ടീമിനെ സെലക്ട് ചെയ്യുക. ഇവരായിരിക്കും നാഷണൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കേരള ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പങ്കെടുക്കുന്നുണ്ടാവുക. ഗ്രൗണ്ട് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് SLKക്ക് ശേഷം ആ ഗ്രൗണ്ടിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ഗ്രാസൊക്കെ വളരെ പോയിട്ട് ഒരു ഡയലാപ്പിഡേറ്റഡ് കണ്ടീഷനായിരുന്നു. നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് അതിനെ നമ്മൾ തിരികെ കൊണ്ടുവരാനുള്ളതാണ്. അതിന് നമ്മുടെ കൊമ്പൻസ് ടീമിൻ്റെ പരിപൂർണ്ണ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്. അവർ കുറേ എക്യുപ്മെൻറ്റ്സും അതൊക്കെ തന്നിട്ടുണ്ട്. അതും കൂടി വെച്ചിട്ട് ഞങ്ങൾ ഗ്രൗണ്ടിനെ മാക്സിമം നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ടിലായിരിക്കും നടക്കുന്നത്. മൈലം സ്കൂളിലെ കാര്യം പറയേണ്ട, അത് ആർട്ടിഫിഷ്യൽ ടർഫാണ്. അതുകൊണ്ട് അതിനകത്ത് ഗ്രൗണ്ടിൻ്റെ കണ്ടീഷനൊക്കെ വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ആയിട്ടുണ്ട്. ടീംസിൻ്റെ അക്കോമഡേഷൻ, ടീംസിൻ്റെ അറൈവൽ, അവരെ പ്ലേസ് ഓഫ് സ്റ്റേയിൽ നിന്ന് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരേണ്ട ട്രാൻസ്പോർട്ടേഷൻ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം വളരെ സ്മൂത്തായിട്ട് നടക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ പരിപൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവണം. കാരണം നമ്മളൊരു ക്രൗഡ് പുള്ളിങ് ഇവൻ്റായിട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ഫുട്ബോളിന് കുറച്ച് നാളായിട്ട് തിരുവനന്തപുരത്ത് ഫുട്ബോൾ SLK വരും വരെ ഒന്ന് ഡൗൺ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സപ്പോർട്ട് നിങ്ങൾ തരണം. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ ചീഫ് പാറ്റേണായിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ടുള്ള ശ്രീ V ശിവൻകുട്ടി സാറാണ്, മിനിസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ഒരു പിന്തുണ നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് പല ആൾക്കാരും നമുക്ക് സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. കാരണം ഫുട്ബോളിനെ സംബന്ധിച്ച് സ്പോൺസർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ്. ഇപ്പോൾ ക്രിക്കറ്റിനെ സംബന്ധിച്ച മാതിരിയല്ല, ഫുട്ബോൾ സ്പോൺസർഷിപ്പുമായിട്ട് നമ്മൾ ഒരാളെ കാണാൻ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അത് കെട്ടിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. കൂടാതെ വിഷ്ണുരാജ് IAS, അദ്ദേഹം യൂത്ത് അഫയേഴ്സിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം ഗ്രൗണ്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാതിരി തന്നെ മനോജ് അബ്രഹാം സാർ പോലീസ് സ്റ്റേഡിയം ഫ്രീ ഓഫ് കോസ്റ്റ് തരാമെന്ന് അറിയിച്ചു. ഇതൊക്കെ വളരെ സന്തോഷമായിട്ടുള്ള സംഭവമാണ്. അവർക്കെല്ലാം തിരുവനന്തപുരം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നന്ദി പറയണം. ഞങ്ങൾ ഈ 13 ടീമിനെ ഇവിടെ നമുക്ക് ജില്ലയിൽ തന്നെ അക്കോമഡേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞങ്ങൾ 4 സ്ഥലങ്ങളിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. 4 സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഭാരത് സ്കൗട്ട്സ്, നമ്മുടെ PMG തന്നെയുള്ള ഭാരത് സ്കൗട്ടിലെ 3 ടീമിനെയും, ഒരു ടീമിനെ ശിക്ഷക് സദൻ മാഞ്ഞാലിക്കുളവും, 2 ടീമിനെ SCRT പൂജപ്പുരയും, ഇത്രയും സ്ഥലത്ത് ഞങ്ങൾ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ സെക്രട്ടറി പറഞ്ഞ ഭാരിച്ച ചിലവാണ് ഈ ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതിൽ. വളരെയേറെ ബുദ്ധിമുട്ടോടെ ഞങ്ങളിത് കണ്ടക്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഈ സ്പോൺസർഷിപ്പ് കിട്ടുന്ന പ്രശ്നം തന്നെയാണ് ഏറ്റവും പ്രധാന കാരണം. പിന്നെ ഇത്രയും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. 8-ാം തീയതി രാവിലെ തന്നെ ഞങ്ങളുടെ ആദ്യ മത്സരം ആരംഭിക്കും. ഇത് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു അഫിലിയേറ്റഡ് യൂണിറ്റാണ് തിരുവനന്തപുരം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ. അപ്പോൾ കേരള ഫുട്ബോൾ അസോസിയേഷനാണ് നടത്താൻ വേണ്ടി 14 ജില്ലകളിനെ ക്ഷണിക്കും. ആരാണ് അതിന് വില്ലിങ്ങായിട്ട് വരുന്ന ജില്ലകൾക്ക് അത് കൺസിഡർ ചെയ്യും. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും കഴിഞ്ഞ വർഷം നടന്നത് മലപ്പുറത്താണെങ്കിൽ വേറെ സമയത്ത് അത് കാസർഗോഡായിരിക്കും. ഇല്ല, സ്പോർട്സ് കൗൺസിൽ അണ്ടറിൽ വരുന്നതല്ല അത്. പക്ഷേ സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ കേരള ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നത്. അതിൻ്റെ ഭാഗം DFA. അപ്പോൾ എല്ലാവർക്കും ഒരു കൊളാബുണ്ട് തമ്മിൽ. ഓക്കെ, സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. കാരണം യൂത്ത് അഫയേഴ്സ് അവരുടെ കീഴിലാണല്ലോ.
അപ്പോൾ തീർച്ചയായിട്ടും സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്തുള്ള അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഗ്രൗണ്ട് തന്നെ കിട്ടിയിരിക്കുന്ന അവരുടെ മുഖാന്തരമാണല്ലോ. സ്പോർട്സ് കൗൺസിൽ ഷറഫ് അലി സാറുണ്ട്, അതുമാതിരി തന്നെ MR രഞ്ജിത്ത് ഉണ്ട്. അവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പഴയ ഒരു മുൻ മോഹൻ സ്പോർട്ടിങ്ങിൻ്റെ ഗോൾ കീപ്പറായിരുന്നു. അപ്പോൾ ഞാൻ FC കൊച്ചിന് കളിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ ഒരു എന്താ പറയുക മോട്ടിവേഷൻ എന്ന് പറയുന്നത് അന്ന് വന്ന ഒരു ചെറിയൊരു കുറിപ്പായിരുന്നു. ബാബു മേത്ര സാർ അന്നത്തെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ഗോൾ കീപ്പർ രാജ്യത്തിനൊരു അസറ്റാണെന്ന് പറഞ്ഞു. ഞാൻ അസറ്റാണോ അല്ലേ എന്നുള്ളതല്ല, പക്ഷേ അന്നത്തെ ദിവസം ആ വാക്ക് ഒരു ചെറിയൊരു ലൈൻ മാതൃഭൂമിയിൽ വന്ന ഒരു പേര് ഞാൻ ഇപ്പോഴും അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഫെഡറേഷൻ കപ്പിൽ തന്നെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ ആ ഒരു മോട്ടിവേഷൻ. അതായത് ഞാൻ മീഡിയയുടെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് ഇന്ന് വരുന്ന യുവ കളിക്കാർ പൊങ്ങി വരേണ്ടതായിട്ട്. നിങ്ങളൊരു പത്രത്തിൽ ഒരു പ്ലെയർ ഇന്ന രീതിയിൽ കളിച്ചു, ഒരു ഫോട്ടോ പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ആൾ ഫോട്ടോ കട്ട് ചെയ്ത് പൂജിക്കുകയാണ്. ആൾ നാളെ 10 പ്രാവശ്യം അഡീഷണലായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ തന്നെയാണ് സപ്പോർട്ട്. ഈ മാധ്യമം തന്നെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചത് കൂടെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ തന്നെ ഉണ്ട്. ബാക്കി നിങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ ഈ അണ്ടർ-20 എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ അടുത്ത ക്രീമാണ് ഇവിടെ എന്ന് പറഞ്ഞത്. ഈ SLKയിൽ പ്രാവശ്യം കളിച്ച പല പ്ലേയേഴ്സും കഴിഞ്ഞ പ്രാവശ്യം അണ്ടർ-20 ടീമിൽ കളിച്ച പ്ലേയേഴ്സാണ്. അവർ തന്നെയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി സന്തോഷ് ട്രോഫിയിൽ കളിക്കുന്നത്. സന്തോഷ് ട്രോഫി നമ്മൾ ഫൈനലിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇവരെല്ലാം നോട്ടീസബിൾ ആവണമെങ്കിൽ അതിന് പ്രസ്സിന് ഒരു വലിയ റോൾ വഹിക്കാണ്. നമ്മൾ ഓരോ കളിക്കാരുടെയും എത്രത്തോളം പ്രൊജക്റ്റ് ചെയ്യുന്നു, നമ്മൾ കളിയില്ലാത്ത കളിക്കാരെ പ്രൊജക്റ്റ് ചെയ്യണമെന്നില്ല, കളിയുള്ള കളിക്കാരെ എത്രത്തോളം പ്രൊജക്റ്റ് ചെയ്യുന്നു അവരത്രയും നോട്ടീസ്ഡാവും. അപ്പോൾ നോട്ടീസ്ഡാവുമ്പോഴാണ് പല പ്രത്യേകിച്ച് ഇത് പ്രൊഫഷണൽ യുഗമാണ്. നമ്മൾ പഴയ പോലെ ഡിപ്പാർട്ട്മെൻറ്റ് ടീംസിലേക്കല്ല പ്ലെയേഴ്സ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വെറും സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ പ്ലെയറുടെ പെർഫോമൻസ് നോട്ടീസബിൾ ആകുമ്പോഴാണ് പ്രൊഫഷണൽ ടീംസ് അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവർ നോട്ടീസബിൾ ആവണമെങ്കിൽ അതിന് പ്രസ്സിന് ഒരു വലിയ റോള് വഹിക്കാനുണ്ട്. ഓൾ ഇന്ത്യ ഇന്ത്യൻ 6 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു 6-7 കൊല്ലമായിട്ട് മുടങ്ങിക്കിടന്ന GV രാജ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമായിട്ട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ മുന്നോട്ട് പോവാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഗോദവർമ്മ രാജ ഓൾ ഇന്ത്യ ഫുട്ബോൾ ടൂർണമെൻറ്റ് തിരുവനന്തപുരം ജില്ലയിൽ ശിവൻകുട്ടി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അന്ന് പ്രസിഡൻ്റായിരുന്ന കാലത്താണ് കൊണ്ടുവന്നത്. അതിനുശേഷം നമ്മൾ 5 ടേം നമ്മൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തി. അന്ന് കേരളത്തിൽ ഒരു ടൂർണമെൻറ്റ് ഇല്ലാത്തൊരു സമയത്താണ് ഈ 5 ടൂർണമെൻറ്റുകൾ നടത്താൻ കഴിഞ്ഞത്. അതൊരു ഭാഗ്യം, ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ് നടത്താൻ കഴിഞ്ഞത്. അത് വീണ്ടും തിരിച്ച് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ കലണ്ടർ ഇയർ AF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെയും കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെയും കലണ്ടർ ഇയർ ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡേറ്റ് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്നതായിരിക്കും. അന്നും നിങ്ങളുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ച് ഒരു സമ്മേളനം കൂടി നടത്തും. എല്ലാവർക്കും നന്ദി.